Hello, peace be upon you. Welcome to Lit Talk. Today we are discussing Geoffrey Chaucer's Prologue to the Canterbury Tales. Geoffrey Chaucerനെ അറിയാം. He is the father of English poetry and he belongs to Middle English period, and his Canterbury Tales is the first work which is written in English language. ചോസർ എന്ന് പറയുന്ന റൈറ്റർ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ഫൈൻഡറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൻറ്റർബറി ടേൽസിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാൻറ്റർബറി ടേൽസ് ചോസറിൻ്റെ ലാസ്റ്റ് വർക്കാണ്. അതിന് 3 പാർട്ടുണ്ട്. ഫസ്റ്റ് പ്രൊലോങ് ടു ദ കാൻറ്റർബറി ടേൽസ് ആൻഡ് ദ കാൻറ്റർബറി ടേൽസ്, ദെൻ ദ റിട്രാക്ഷൻ. എൻഡ് പോർഷൻ ഈസ് ദ റിട്രാക്ഷൻ, അതായത് ഒരു കൺക്ലൂഷൻ. ഫസ്റ്റ് പോർഷനിൽ ഒരു ഇൻട്രൊഡക്ഷനാണ്. ജെഫ്രി ചോസർ എന്താണ് ഈ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ വർക്കിൽ പറയുന്നത് എന്നൊക്കെയുള്ളൊരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. പിന്നെ 24 സ്റ്റോറീസിൻ്റെ ഒരു കളക്ഷനാണ് കാൻറ്റർബറി ടേൽസ്. പിന്നെ എൻഡ് ചെയ്യുന്നത് റിട്രാക്ഷനോട് കൂടിയാണ്. അതായത് റിട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ചോസറിൻ്റെ ഒരു കുറ്റസമ്മതമാണ്. ഇത്രയും കാലം എഴുതിയ വർക്കുകളൊക്കെ വൾഗറാണ്, അൺവേർത്തിയാണ്, ഈ വർക്കും അത്ര അങ്ങോട്ട് നന്നായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അപ്പോളജിയാണ് റിട്രാക്ഷൻ. അതോടുകൂടിയാണ് വർക്ക് എൻഡ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ജെഫ്രി ചോസറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ജെഫ്രി ചോസർ, he was born in 1314 and he was passed away in 1400. He is the father of English poetry and he is the finder of English language. ഏതൊരു റൈറ്ററിനെയും നമ്മൾ പഠിക്കുമ്പോൾ, ഏതൊരു വർക്കും നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കൂടെ അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. ജെഫ്രി ചോസർ ബിലോങ് ചെയ്യുന്നത് മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലാണ്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പം ഇവിടെ ഫ്യൂഡലിസം നിലനിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവിടെ ഫ്രഞ്ച് ആണ് റൂൾ ചെയ്യുന്നത്. ഫ്രഞ്ച് റൂൾ ചെയ്യുന്ന ടൈമിൽ അവിടെ ഫ്രഞ്ചാണ് റൂളിംഗ് ക്ലാസ്സിൻ്റെ ലാംഗ്വേജ്. ഇറ്റാലിയനാണ് അവിടുത്തെ, ലാറ്റിനാണ് അവിടുത്തെ ചേർച്ചിൻ്റെ ലാംഗ്വേജ്. പുവർ പെസൻസ് സംസാരിക്കുന്ന ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. അപ്പോൾ മിഡിൽ ഇംഗ്ലീഷ് ആ ലാംഗ്വേജ് എടുത്തിട്ട് ചോസർ ഒരു വർക്ക് ചെയ്തതാണ്. അതാണ് കാൻറ്റർബറി ടേൽസ്. അപ്പോൾ കാൻറ്റർബറി ടേൽസിന് അതുകൊണ്ട് തന്നെ അത്രയും റെക്കഗ്നീഷൻ കിട്ടുകയാണ്, അത്രയും അറിയപ്പെടുകയാണ് ആ വർക്ക്. അപ്പോൾ അദ്ദേഹം കോർട്ടിയർ ആയിരുന്നു, ഡിപ്ലോമാറ്റാണ്, സിവിൽ സെർവൻ്റാണ് ഡ്യൂറിങ് ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 14th century. ദെൻ ഹിസ് കരിയർ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 phases: ഫ്രഞ്ച് പീരീഡ്, മിഡിൽ പീരീഡ്, ഇറ്റാലിയൻ പീരീഡ്. അതുപോലെ തന്നെ വർക്കുകളെയും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏർലി പീരീഡിൽ ട്രാൻസ്ലേഷൻ ഓഫ് റൊമൻറ്റിലാറോസ്, ഫസ്റ്റ് എഴുതുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു റൊമൻറ്റിലാറോസ് എന്ന് പറയുന്ന ഇറ്റാലിയൻ വർക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. പിന്നെ ഫസ്റ്റ് ബുക്ക് ദ ബുക്ക് ഓഫ് ദ ഡച്ചസ്, അദ്ദേഹം എഴുതിയിട്ടുള്ള ഫസ്റ്റ് ഡ്രീം അലിഗറിയാണ് ബുക്ക് ഓഫ് ദ ഡച്ചസ്. ഹൗസ് ഓഫ് ദ ഫെയിം, പാർലമെൻറ്റ് ഓഫ് ഫൗൾസ്, ട്രാൻസ്ലേഷൻ ഓഫ് കോൺസലേഷൻ ഓഫ് ഫിലോസഫി, ട്രോയിലസ് ആൻഡ് ക്രിസൈഡി, ദ ലെജൻഡ് ഓഫ് ഗുഡ് വുമൺ. ഈ 5 ബുക്കുകളുമാണ് മിഡിൽ പീരീഡിൽ എഴുതിയിരിക്കുന്നത്. ലാസ്റ്റ് പീരീഡിൽ എഴുതിയതാണ് ദ കാൻറ്റർബറി ടേൽസ്. ആ കാൻറ്റർബറി ടേൽസാണ് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ദ കാൻറ്റർബറി ടേൽസ്, ഇറ്റ് വാസ് റിട്ടൺ ഇൻ ബിറ്റ്വീൻ 1387 and 1400. It is the collection of 24 stories that run over 17,000 lines. It is known as the Chaucer's magnum opus. Magnum opus എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ബൊക്കാച്ചിയോസ് ഡെക്കാമറൻ സ്റ്റോറീസ്, അതായത് ഡെക്കാമറൻ കഥകൾ എന്ന് പറയുന്ന ഒരു വർക്ക് ഉണ്ട്. അത് മിഡിൽ പീരീഡിലുള്ള മറ്റൊരു റൈറ്ററാണ് ബൊക്കാച്ചിയോ. അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ഇതിന് ലോങ് പ്രൊലോങ് ഉണ്ട് ആൻഡ് എൻഡ് വിത്ത് റിട്രാക്ഷനോട് കൂടിയാണ് എൻഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോറി പറയുമ്പോൾ നല്ല രസമാണ്. ഇതിലൊരു 29 പിൽഗ്രിംസ് എങ്ങോട്ട് പോവുകയാണ്, ഒരു തീർത്ഥ യാത്രയ്ക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ടെബാഡ് ഇന്നിലേക്ക് ഒന്നിച്ച് ചേരുകയാണ്. അപ്പോൾ ഈ ഇന്നിലേക്ക് പോയിട്ട് എത്തുകയാണ്. അതായത് ചോസറും ഇതുപോലെ തന്നെ ഒരു തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് ചോസറും എത്തുകയാണ്. ചോസറും ഈ 29 പിൽഗ്രിംസിൻ്റെ കൂടെ ജോയിൻ ചെയ്യാണ്. പിന്നെ ഒരു ഹാരി ബെയ്ലി ഉണ്ട്, അയാൾ ഈ ടെബാഡ് ഇന്നിൻ്റെ ഹോസ്റ്റാണ്. ഇന്ന് നോക്കി നടത്തുന്ന ആളാണ്. അദ്ദേഹവും ഇവരെ കൂടെ കൂടുകയാണ്. ഈ 29 പിൽഗ്രിംസിൻ്റെ കൂടെ പോയിട്ടും ഹാരി ബെയ്ലിയും കൂടി ചേർന്നപ്പം ടോട്ടൽ
31 പിൽഗ്രിംസ് എങ്ങോട്ട് പോവുകയാണ്, തീർത്ഥാടനത്തിന് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ജേണിയുടെ സമയത്ത് ഇവർ ഇങ്ങനെ കുറേ ദൂരം പോകണമല്ലോ, അപ്പോൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറി ടെല്ലിംഗ് കോൺടെസ്റ്റ് വെക്കും. അപ്പോൾ ഈ കോൺടെക്സ്റ്റിൽ ജയിക്കുന്ന ആൾക്ക് ഹാരി ബെയ്ലി ഒരു എന്താണ് ഫീസ്റ്റ് കോഡ് സ്പോൺസർ ചെയ്യും, ഫുഡ് ഫ്രീ ആയിട്ടൊരു ഫുഡ് കൊടുക്കും എന്നൊക്കെ പറയും. അങ്ങനെ ഇവർ അങ്ങനെ എൻഗേജ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ 31 പിൽഗ്രിംസ് ഉണ്ട്. പക്ഷേങ്കിൽ 23 പിൽഗ്രിംസ് ആണ് കഥകൾ പറയുന്നത്. പക്ഷെ നമ്മുടെ ചോസർ 2 സ്റ്റോറീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടോട്ടൽ സ്റ്റോറീസിൻ്റെ എണ്ണം 24 സ്റ്റോറീസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറീസ് ആരാണ് ഫസ്റ്റ് ഈ 24 കഥകളുണ്ടല്ലോ, അതിൽ 24 കഥകളിൽ ഫസ്റ്റ് കഥ പറയുന്നത് നൈറ്റാണ്. പിന്നെ പാർസൺ എന്ന് പറയുന്ന ആളുടെ കഥയോടുകൂടിയാണ് കാൻറ്റർബറി ടെയിൽസിൻ്റെ സ്റ്റോറീസ് അവസാനിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചോസറിൻ്റെ പ്ലാൻ പ്രകാരം ഇത് കംപ്ലീറ്റ് അല്ല, ഈ ബുക്ക് കംപ്ലീറ്റ് അല്ല. അദ്ദേഹത്തിൻ്റെ പ്ലാനുകൾ മൊത്തമായിട്ട് ഈ വർക്കിലോട്ട് വന്നിട്ടില്ല. ഓക്കെ, ജനറൽ പ്രൊലോങ് ഈസ് ദ ഫ്രെയിം സ്റ്റോറി ഓഫ് ദ പോം. പോത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് ഈ സ്റ്റോറീസൊക്കെ പറയുന്നത് എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് തരികയാണ് പോയറ്റ്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആക്ച്വലി ഇത് കാൻറ്റർബറി ടെയിൽസ് നമുക്ക് തരുന്നത് പിക്ചർ ഓഫ് ദ 14th സെഞ്ച്വറി ഇംഗ്ലണ്ടാണ്. 14th സെഞ്ച്വറിയിൽ ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് ജീവിച്ചിരുന്നത്, ഏതൊക്കെ തരത്തിലാണ് അവർ ജീവിച്ചിരുന്നത്, എന്താണ് അവരുടെ ജീവിക്കാൻ ഇംഗത്തിന് വേണ്ടി അവർ ചെയ്യുന്നത്, അവരുടെ മാനേഴ്സ് എല്ലാം നമുക്ക് പറഞ്ഞു തരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഡിഫറെൻ്റ് തരം ആളുകൾ, എല്ലാ തരം ആളുകളെയും ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. നൈറ്റ്, പ്രയർ, മോങ്ക്, മെർച്ചൻറ്റ്, മാൻ ഓഫ് ലോ, ഫ്രാങ്ക്ലിൻ, സ്കോളർലി ക്ലർക്ക്, മില്ലർ, റീവ്, പാർട്ട്ണർ, വൈഫ് ഓഫ് ബാത്ത്, അങ്ങനെ 29 പേര്, ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന 29 പേരെയാണ് ചോസർ ഇവിടെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് തന്നെ അവരുടെ ബ്രീഫ് സ്കെച്ചസ് ആദ്യം അവരെ കൊണ്ട് അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും അവരുടെ സ്റ്റാൻഡേർഡും അവരുടെ എന്താണ് അവരുടെ തോട്ട്സ്, എന്താണ് അവരുടെ കാഴ്ചപ്പാട്, അതൊക്കെ ആദ്യം ജനറൽ പ്രൊലോങ്ങിൽ വിവരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫോം എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റ് സറ്റയറാണ്. ഈ വർക്കിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റ് സറ്റയറാണ്. എസ്റ്റേറ്റ് സറ്റയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ കാലഘട്ടത്തിൽ ഫ്യൂഡലിസമാണ് നിലനിന്നിരുന്നത്, സ്ട്രിക്റ്റ് സോഷ്യൽ ഹൈറാർക്കിയാണ്. അപ്പോൾ അവിടെ അരിസ്റ്റോക്രസി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, എപ്പിസ്കോപ്പസി, പെസൻട്രി, ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അരിസ്റ്റോക്രസി എന്ന് പറയുമ്പോൾ കിങ്, ബാരൺ, നൈറ്റൊക്കെ വരും. എപ്പിസ്കോപ്പസി പറയുമ്പോൾ അവരുടെ ക്ലർജിമെൻ, ചേർച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ. പെസൻട്രി പറയുമ്പോൾ അതിൽ സ്ലേവ്സ് വരും, പെസൻസ് വരും, യോമൻസ് വരും, സെർവ്സ് വരും, ഇങ്ങനെയുള്ള പൂവർ പെസൻസ് ആണ് വരിക. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് മനുഷ്യന്മാർ ഇങ്ങനെ ഡിവൈഡ് ചെയ്തതിന് ആ കാര്യങ്ങളും അന്നത്തെ ഇഷ്യൂസുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിനെ മോക്ക് ചെയ്യുന്നതാണ് എസ്റ്റേറ്റ് സറ്റയർ. അപ്പോൾ ജനറൽ പ്രൊലോങ് 1815 ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ സെറ്റിങ്സ് എന്ന് പറയുമ്പം ഏപ്രിലാണ്. ആദ്യം ഏപ്രിലിനെ പ്രൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ജനറൽ പ്രൊലോങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം റെയിൻസ് ഉണ്ട്, ഭയങ്കര ഒരു കൂൾ എഫക്റ്റ് കിട്ടുന്ന ഒരു മന്താണ്. അപ്പോൾ അതിൽ ലൈഫ് റീസ്റ്റോറിയാണ്, പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈമാണ്. ഒരു റീപ്രൊഡക്ഷൻ, ഫെർട്ടിലിറ്റീൻ്റെ ഒരു സമയമാണ് ഭൂമിയിൽ നടക്കുന്നത്. അത് മനുഷ്യന്മാർക്കിടയിലും എല്ലാവർക്കും ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടം. ഈ ഒരു ടൈമിൽ ജനങ്ങൾ എന്ത് ചെയ്യാണ്, പിൽഗ്രിംസ് ആയിക്കൊണ്ട് കാൻറ്റർബറി സെൻറ്റ് തോമസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഒരു റിലീജിയസ് സാധനം കൊണ്ടുവരാണ്. അതായത് മനുഷ്യൻ്റെ വികാരങ്ങളൊക്കെ ഒന്ന് അടുക്കാൻ വേണ്ടിയിട്ടൊരു റിലീജിയസ് കണക്ഷൻ കൊണ്ടുവന്നിട്ടാണ് അതുകൊണ്ട് അത്രയും ഏപ്രിൽ ആ മന്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മറി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. General prolong opens with a description of April showers and returning of spring. അപ്പോൾ ഫസ്റ്റ് ലൈൻസ് ആണ്, when that April with his showers sowed, the drought of March hath burst to the root. അതായത് when that April with his showers sweet, the drought of March has pierced to the root. അപ്പോൾ ഈ ഒരു ഏപ്രിൽ മന്ത് തൊട്ട് മുമ്പുള്ള സമ്മറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രൗട്ട്,
വേനൽ ഒരു വരൾച്ചയൊക്കെ നീക്കിക്കൊണ്ട് പുതിയൊരു പ്ലഷർ, നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തരികയാണെന്നാണ് പറയുന്നത്. ചോസർ ടെൽസ് ദാറ്റ് ഇൻ ദ മന്ത് ഓഫ് ഏപ്രിൽ when the spring showers bring freshness and life to all plants, fruits, flowers and all birds sing merrily. എല്ലാ പക്ഷികളും സന്തോഷത്തോടു കൂടി പാട്ടുപാടാണ്, ഫ്രൂട്ട്സ് ഉണ്ടാവുന്നു, പ്ലാന്റ്സ് ഒക്കെ ഹാപ്പിയാണ് എന്നാണ് ചോസർ പറയുന്നത്. ആ സമയത്ത് ദ സൺ ഹാസ് ഗോൺ ത്രൂ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ സോഡിയാക്കൽ സൈൻ ഏഴ്സ് ദ റാം. അതായത് ഇവിടെ നമ്മുടെ ഒരു സൂര്യനെ കൊണ്ട് പറയാണ്, സൂര്യൻ ഇപ്പം കടന്നു പോകുന്നത് സോഡിയാക്കൽ സൈനായിട്ടുള്ള റാമിലൂടെയാണ്. അതായത് നല്ല ടൈമാണ് എന്ന് പറയാണ്. പിന്നെ ലെസ്റ്റ് ഫിൽഡ് സ്പ്രിംഗ് ടൈം ഈസ് ഓൾസോ ദ ടൈം വെൻ പീപ്പിൾ ഡിസൈഡ് ടു ഗോ ഓൺ പിൽഗ്രിമേജ് ആൻഡ് ട്രാവലേഴ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഇംഗ്ലണ്ട് മേക്ക് ദ ജേർണി ടു കാൻറ്റർബറി കത്തീഡ്രൽ ടു സീക്ക് ദ ഹെൽപ്പ് ഓഫ് ദ ബ്ലസ്ഡ് മാർട്ടയോ. അതായത് ഈ നല്ല സമയമാകുമ്പോൾ ആളുകൾക്ക് സെക്സിനുള്ള ഒരു ലസ്റ്റിനുള്ള ഒരു ഡിസയർ കൂടി വരും. ആ സമയത്ത് എന്നിട്ട് പോലും ആളുകൾക്ക് അതിനേക്കാളൊക്കെ ഉപരി എന്താണ് ആഗ്രഹം, എന്തിനോടുള്ള ഡിസയറാണ്, ഒരു പിൽഗ്രിമേജ് ആയിക്കൊണ്ട് ഗോൺ പിൽഗ്രിമേജ്, ഒരു സന്യാസി ആയിക്കൊണ്ട് കത്തീഡ്രലിൽ പോയിട്ട് ഒരു ബ്ലെസ്സിങ് വാങ്ങിക്കാനാണ് ആളുകൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ്, ഈ ഒരു നല്ല സമയമായിട്ട് പോലും ആളുകൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന റിലീജിയസിനാണ് എന്നാണ് പറയുന്നത്. The first sentence of the general prologue is one of the most important 18 lines of poetry in English. First lines എന്ന് പറയുന്നത് മേലെ കൊടുത്തതാണ്, when that April with his showers എന്ന് പറഞ്ഞിട്ടുള്ള, അത് ഇംഗ്ലീഷ് പോയട്രിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസാണ്. അതിനുശേഷമുള്ള 18 ലൈൻസിൽ ത്രൂ ഔട്ട് ഈ ഒരു മന്തിനെയും പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലൈൻസ് ഒരുപാട് റൈറ്റേഴ്സ് എടുത്ത് ഉപയോഗിക്കുകയും ഈ ഒരു എക്സ്പ്രഷനൊക്കെ, സ്പ്രിംഗ് ടൈമിനെ കുറിച്ചുള്ള ഈ ഒരു എക്സ്പ്രഷനൊക്കെ ആളുകൾ ഡിസ്കസ് ചെയ്യുകയും ക്രിറ്റിസൈസ് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ലൈൻസുകളാണ് ഫസ്റ്റ് 18 ലൈൻസ്. പിന്നെ ദ കോമ്പിനേഷൻ ഓഫ് ദ അവേക്കനിങ് ഫിസിക്കൽ ലാൻഡ്സ്കേപ്പ് വിത്ത് ദ ഡിസയർ ടു ഗോ ഓൺ പിൽഗ്രിമേജ് മിക്സസ് ബോഡ്ലി ലസ്റ്റ് വിത്ത് റിലീജിയസ് സീൽ ദ പിൽഗ്രിം സീക്ക് ഹെൽപ്പ് ഫ്രം ദ മാർട്ടയർ സെൻറ്റ് തോമസ് ബക്കറ്റ്. ഈ കാൻറ്റർബറിയിലുള്ളത് എന്താണ്, വീരമൃത്യു വരിച്ചിട്ടുള്ള സെൻറ്റ് തോമസ് ബക്കറ്റിൻ്റെ ഒരു അവിടെ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക, അതിന് ഒരു ആശ്രമം എന്നൊക്കെ പറയാം. അയാളുടെ ബോഡിയൊക്കെ സെറ്റിങ്ങനെ നമ്മളിങ്ങനെ ആരാധിക്കാൻ പോകുമല്ലോ. അപ്പോൾ തോമസ് ബക്കറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതായത് ആ സമയത്തുള്ള ഒരു ഫിസിക്കൽ ലാൻഡ്സ്കേപ്പ് എന്താണ്, ഒരു ആളുകൾക്ക് ഫെർട്ടിലിറ്റി ഉണ്ടാക്കുകയും പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ പോലും ആളുകളുടെ ബോഡിയിൽ രണ്ടിനോടും കൂടിയുള്ളൊരു മിക്സിങ്, ലസ്റ്റും റിലീജിയസ് സാധനവും കൂടി രണ്ടും കൂടിയിട്ടുള്ളൊരു മിക്സിങ് ആണ് മനുഷ്യൻ്റെ ശരീരത്തിലൂടെ നടക്കുന്നത് എന്നൊക്കെയുള്ള സാധനങ്ങളാണ് ചോസറയുടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ചോസർ ദ നറേറ്റർ ഹു ഈസ് പ്രിപ്പയറിംഗ് to go on pilgrimage is staying at the Tabardin, a tavern in Southwark. A diverse company of 29 other pilgrims enter the inn. The narrator joins their group. ആദ്യം ഈ ടബാഡിന്നിലെത്തുന്ന ആൾ നമ്മുടെ ചോസറാണ് ഈ സ്റ്റോറി നറേറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു പിൽഗ്രിമേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ചോസർ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സെയിം ടൈം ഒരു ഗ്രൂപ്പ് വരികയാണ്, 29 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അവിടെ എത്തുകയാണ്. കുറേ എല്ലാവരും ഒറ്റക്കൊറ്റക്ക് തന്നെ വരികയാണ്. എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടി ഒന്നിച്ച് പോകാമെന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തുകയാണ്. ഈ ഡൈവേഴ്സ് കമ്പനി ട്രാവലിംഗ് ടു ദ കാൻറ്റർബറി എംഫസൈസ് ദാറ്റ് പീപ്പിൾ ഫ്രം ഓൾ ലെവൽസ് ഓഫ് മെഡീവൽ സൊസൈറ്റി ടേക്ക് ദ സെയിം ജേർണി. അതായത് ഇത് കാണിക്കുന്നത് ഡൈവേഴ്സിറ്റിയാണ്. അതായത് കുറേ നൈറ്റുകളല്ല, കുറേ മോങ്സുകളല്ല വരുന്നത്. ഒരു മോങ്ക്, ഒരു നൈറ്റ്, ഒരു വൈഫ് ഓഫ് ബാത്ത്, ഒരു പ്രയറർ, ഒരു സ്ക്വയർ, അങ്ങനെ ഡിഫറെൻ്റ് തരം ആളുകളാണ് വരുന്നത്. അപ്പോൾ എല്ലാ ആളുകളും ഈ ഒരു ജേണിയിൽ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ കാൻറ്റർബറി ടെയിൽസിലേക്ക് പോകണം എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ് മിഡീവൽ സൊസൈറ്റിയിൽ. അത് ഭയങ്കര പ്ലസൻ്റാണ്. അങ്ങനെ പോവാൻ, അപ്പോൾ നമ്മൾ ഹജ്ജിന് പോകുന്ന ആൾക്കാരും ഈ ശബരിമല പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എല്ലാ ലെവലിലുള്ള ആൾക്കാരും, ഹൈ ലെവലിലുള്ള ആൾക്കാരും ലോ ലെവലിലുള്ള ആൾക്കാരൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പിൽഗ്രിമേജിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ചോസർ പറയുന്നത്.
The narrator and the other pilgrims drinks and they decide they will start their journey together the next morning. അവർ നെക്സ്റ്റ് മോർണിംഗിൽ അവരുടെ യാത്ര തുടങ്ങാമെന്നൊക്കെ ഡിസൈഡ് ചെയ്യാണ്. ചോസർ പോയിട്ട് എല്ലാവരെയും പരിചയപ്പെടുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇത് യാത്ര തുടങ്ങുമ്പം യാത്ര പോകുമ്പോൾ അവർ സ്റ്റോറീസ് പറയാമെന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഈ സ്റ്റോറി ഒന്ന് പോസ് ചെയ്തിട്ട് ചോസർ പറയാണ്, റീഡേഴ്സിനോട് പറയാണ്, യാത്ര തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കമ്പനിയിലുള്ള ഞാൻ കമ്പനി ആയിട്ടുള്ള ഇത്രയും ട്രാവലേഴ്സിൻ്റെ അവരെങ്ങനെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ എങ്ങനെയാണ് അവരെ കണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറയാണ്. നോട്ട് ഓൺലി ഡസ് ദ നറേറ്റർ ഓഫ് ദ സ്റ്റോറി ബിക്കെയിം വൺ ഓഫ് ദ ക്യാരക്ടേഴ്സ് ഇൻ ഇറ്റ്, ഹി ഓൾസോ മേക്സ് ദ റീഡർ അവെയർ ഓഫ് ഹിസ് പ്രസൻസ് ആസ് ദ ഓദർ. അപ്പം നെറേറ്റർ അവരുടെ കൂടെ തന്നെ ഉള്ള ആളാണെങ്കിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വായിക്കുമ്പം നമ്മളിങ്ങനെ നെറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു പുറത്തു നിന്നുള്ള ആളല്ല, ഞാൻ അവരുടെ കൂടെ തന്നെ ഉള്ള ആളാ എന്നുള്ള ഒരു ഐഡിയ കൂടി ഓതർ തരുന്നുണ്ട്. ദീസ് ആർ ഹിസ് ഇൻഡിവിജ്വൽ പെർസെപ്ഷൻ ആൻഡ് ജഡ്ജ്മെൻറ്റ്സ് ഓഫ് അപ്പിയറൻസ്. കാരണം അദ്ദേഹം പറയുന്നുണ്ട് സീം ടു ഹിം, എനിക്ക് എങ്ങനെയാണോ കാണുന്നത്, ഞാൻ എങ്ങനെയാണോ കാണുന്നത്, എൻ്റെ പെർസെപ്ഷനുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ എൻ്റെ ജഡ്ജ്മെൻറ്റ്, എൻ്റെ കാഴ്ചപ്പാടാണ് ഞാനിവിടെ വിവരിക്കുന്നത് എന്ന് ഉള്ള ഒരു ഇടയ്ക്കിടയ്ക്കുള്ളൊരു അവെയർനെസ് റീഡേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചോസർ പറയുന്ന വ്യക്തിയാണ് ദ നൈറ്റിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. നൈറ്റ് എങ്ങനെയാണ് കാണാൻ, നൈറ്റ് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിലോടുകൂടിയാണ് തുടങ്ങുന്നത്. എന്നിട്ട് പോകെ ഓരോ ആളുകളെയും, സ്ക്വയറിനെ കുറിച്ച് പറയുന്നു, യോമനെ കുറിച്ച് പറയുന്നു, അങ്ങനെ അവരുടെ കൂടെയുള്ള 29 ആളുകളെക്കുറിച്ചും ചോസർ ഡിസ്ക്രൈബ് ചെയ്ത് തരികയാണ്. ദ നൈറ്റ്, എപ്പിറ്റോം ഓഫ് ഷിവൽട്രി. എപ്പിറ്റോം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് എക്സാമ്പിൾ. ഷിവൽട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊളൈറ്റായിട്ടുള്ള, ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്ന, ഭയങ്കര ജനറസ് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് ഷിവൽട്രി. ആക്ച്വലി അത് ഒരു ഒരു വുമണിനോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അത് മിഡീവൽ പീരീഡിൽ ഈ നൈറ്റുകൾ കീപ്പ് ചെയ്യുന്ന ഒരു ബിഹേവിയറാണ്. അപ്പോൾ ഹി വാസ് വെരി പെർഫെക്റ്റ് ജെൻറ്റിൽ നൈറ്റ്, represent ideal of truth, honor, generosity and courtesy, modesty and gentleness. Hero fought 15 religious battle. നൈറ്റ് 15 ബാറ്റിൽ ബാറ്റിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഫസ്റ്റ് അറൈവ് അറ്റ് ടെബാർഡ് ഇൻ ആഫ്റ്റർ ചോസർ. ടെബാർഡിനിൽ ഫസ്റ്റ് എത്തുന്നത് ചോസറാണ്. പിന്നെ എത്തുന്ന ആളാണ് നൈറ്റിൻ്റെ കൂടെ ഹിസ് സൺ യങ് സ്ക്വയർ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു സെർവൻ്റ് എന്നുള്ള രീതിയിലുള്ള യോമനും അവരുടെ കൂടെയുണ്ട്. പിന്നെ ദ നറേറ്റർ നൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എ നോബിൾ മെൻ ഹൂ ലവ് ഷിവൽട്രി ഫൈറ്റ്സ് ഫോർ ട്രൂത്ത് ആൻഡ് ഹോണർ. അദ്ദേഹം ഷിവൽട്രിയെ സ്നേഹിക്കുന്ന ആളും അതുപോലെ തന്നെ സത്യത്തിനും ഹോണറിനും വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളെന്നും പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട്, ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്തുകൊണ്ടാണ് ചോസർ പ്രസൻറ്റ് ചെയ്ത ആ ഒരു നൈറ്റിനെ. അദ്ദേഹം ഹി ട്രാവൽഡ് ത്രൂ ക്രിസ്ത്യൻ ഹീത്തൻ ടെറിട്ടറീസ്, അലക്സാൻഡ്രിയ, പേർഷ്യ, റഷ്യ, ലിത്തനിയ, ഗ്രാനഡ, മൊറോക്കോ, ടർക്കി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ അദ്ദേഹം ഈ യാത്ര ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം ബാറ്റിലിൽ വിക്ടറി നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയൊക്കെ അദ്ദേഹത്തിന് ആളുകൾ പ്രൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഭയങ്കര ഹമ്പിളാണ്. അതുകൊണ്ട് തന്നെ ചോസർ പറയുന്നത് മോഡസ്റ്റ് ആസ് മെയ്ഡ് എന്നാണ് നൈറ്റിനെ ചോസർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ ഇയാൾ ബാറ്റിൽ പങ്കെടുക്കുന്നതും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതൊക്കെയും ഗ്ലോറിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഹി വോണ്ട് ദ ലവ് ഓഫ് ക്രിസ്റ്റ്. ദൈവം അനുഗ്രഹിക്കണം, ദൈവത്തിനാണ് ഇമ്പോർട്ടൻസ് ഒക്കെ ഇയാൾ നൈറ്റ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം മോറോവർ ഹി നെവർ സെറ്റ് എ റൂഡ് തിങ് ടു എനി വൺ ഈസ് എൻറ്റയർ ലൈഫ്. ജീവിതത്തിൽ ഇതുവരെ ആരോടും റൂഡായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഹി പൊസസ്ഡ് ഫൈൻ ഹോഴ്സസ് ബട്ട് ഹി വാസ് നോട്ട് വെൽ ഡ്രസ്ഡ്. അദ്ദേഹത്തിന് നല്ല അടിപൊളി കുതിരകളൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ്? ഹി വാസ് നോട്ട് വെൽ ഡ്രസ്ഡ്. ഭയങ്കര ജെൻറ്റിൽമാൻ വേഷങ്ങളൊന്നുമല്ല ധരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു കോട്ടൺ ഒരു ഷർട്ടോ ഒരു ജാക്കറ്റ് പോലത്തെ സാധനമാണ് ധരിച്ചിരിക്കുന്നത്. അതുമ്പോൾ തന്നെ സ്റ്റെയിൻ ഉണ്ട്. കാരണം ഇയാൾ ബാറ്റിൽ ഫീൽഡിൽ നിന്ന് അയാളുടെ സർവീസ് കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? പിൽഗ്രിമേജിലേക്കാണ്
പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹറിയിലേക്ക് സർവീസും കഴിഞ്ഞ് ഹറിയായിട്ട് അയാൾ ഇതിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഡ്രസ്സ് മാറ്റാൻ പോലുള്ളൊരു ടൈം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആമറോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നൈറ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ. ഇതിൻ്റെ സമ്മറീസിൻ്റെ കൂടെ നിങ്ങൾ ഈ ലൈൻസും വായിക്കണം. 100 ലൈൻസും വായിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു ഐഡിയ കൃത്യമായിട്ട് കിട്ടും. നെക്സ്റ്റ് വൺ ആണ് ദ സ്ക്വയർ. നമുക്കിനി സ്ക്വയറിനെ നോക്കാം.